السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ അസലഭ മുഹൂർത്തത്തിൽ ബീവി ഫാത്തിമ എന്ന വിഷയത്തെ പുരസ്കരിച്ച് അല്പം നിങ്ങളോട് സംവദിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകിയ പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീഖിൽ മഖാം. സഹോദരങ്ങളെ, ആധുനിക യുഗത്തിലെ സ്ത്രീകൾ പാശ്ചാത്യ സംസ്കാരങ്ങളെ പൂർണ്ണമായി പിന്തുടർന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളെയും തത്വസംഹിതകളെയും പാടെ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബീവി ഫാത്തിമ എന്ന വിഷയം വളരെ പ്രസക്തിയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രവാചകന്റെ പ്രബോധന രീതിയിൽ സ്വന്തം ബന്ധുക്കളെ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു, മഹദി ഫാത്തിമ ബീവി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നിവരും. എന്നാൽ ഒരു ദിവസം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പുതപ്പുമായി വന്നുകൊണ്ട് ഇവരതിൽ മുടയിട്ട് പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലി ബൈതി അല്ലാഹുമ്മ അദ്ഹിബ് അൻഹും റിജ്സ വതഹിറുഹും തത്ഹീറാ. അല്ലാഹുവേ, ഇവരാണ് എന്റെ അഹ്ലുകാരെ, ഇവരാണ് എന്റെ കുടുംബക്കാരെ, ഇവരെ നീ മ്ലേച്ഛങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, ഇവരെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അശ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ സ്വർഗ്ഗനാരികളുടെ നേതാവാണ്. ഫാത്തിമ സ്വർഗ്ഗത്തറിഞ്ഞുകളുടെ നേത്ര വനിതയാണ്. ഫാത്തിമ സ്വർഗീയ വനിതകളുടെ നായികയാണ്. അങ്ങനെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തോട് വിട പറയുന്ന സമയം പൊന്നുമാള് ഫാത്തിമയെ വിളിച്ചിട്ട് പറയുകയുണ്ടായി, യാ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, എനിക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സമയം വന്നിരിക്കുകയാ. എനിക്ക് നിന്നെ കാണാൻ സാധിക്കില്ല ഫാത്തിമ. ഇത് കേട്ടപ്പോ തന്നെ ഫാത്തിമ ബീവി പൊട്ടിക്കരയാൻ തുടങ്ങി. പിന്നീട് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര മകളെ ഫാത്തിമയെ വിളിച്ചിട്ട് പറയുകയുണ്ടായി, യാ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് ചേരുന്നത് നീയാണ് ഫാത്തിമ. ഇത് കേട്ടപ്പോഴാണ് ഫാത്തിമ ബീവി പുഞ്ചിരിച്ചത്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി 14 മുമ്പ് സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതെന്താ? ഫാത്തിമത്തും ബിളഅത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ ജീവന്റെ ജീവനാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്ന സമയം പൊട്ടിക്കരയുകയാണ്. നബിയുടെ ഭാര്യമാരെല്ലാം എടുത്തിരിക്കുന്നുണ്ട്. നേരം അസ്മാഉ ബിൻത് ഖുമൈസ് റളിയല്ലാഹു അൻഹ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ച, പൊന്നുമോളെ ഫാത്തിമ, എന്തിനാണ് അങ്ങ് കരയുന്നത്? അങ്ങനെ പ്രവാചക പുത്രിയല്ലേ? ഇന്നേരം അവിടെ നിന്ന് കടുത്ത മറുപടി എന്താ? ഞാനെങ്ങാനും അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്നെ എങ്ങാനും കവമ്പുഴയിൽ അങ്ങ് പതച്ചു കഴിഞ്ഞാൽ, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞ് എന്നെ എങ്ങാനും മയ്യത്ത് കട്ടിലങ്ങ് കിടത്തിയാൽ എന്റെ തടിയും ആകാരവടിവുമെല്ലാം മറ്റുള്ള ജനങ്ങൾ കാണുകയില്ലേ? ഇതോർത്തു കൊണ്ടാണ് ഞാൻ കരഞ്ഞത്.
ഇന്നത്തെ ആധുനിക സമൂഹം രാപ്പകൽ ഭേദമെന്ന ഷോപ്പിങ്ങിന് മറ്റും ഇറങ്ങിത്തിരിക്കുന്നല്ലേ. എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത്? ഇവരെ പറ്റി 1400 വർഷങ്ങൾക്ക് മുമ്പ് അസ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നിസാഉൻ കാസിയാത്തിൻ ആരിയാത്തിൻ മുമീലാത്തിൻ മായിലാത്തിൻ റൂസൻ ഖാദിനത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദന റിയാ. ആധുനികത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം ധരിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ മാംസവിളകളെല്ലാം പുറത്തേക്ക് തെരച്ചു നിൽക്കുകയാ. ഒരു സ്വർഗത്തിന്റെ കടക്കുന്ന പ്രശ്നമേ ഇല്ല. അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും വാസനിക്കാൻ കഴിയുകയില്ലെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെയും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതം